നമസ്കാരം. നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ ഇപ്പോൾ വലിയ മേനി പറഞ്ഞു നടക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ ശബരിമല തീർത്ഥാടനം അത് വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു. അത് പരാതികളൊന്നുമില്ല, മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഭക്തർക്കുണ്ടായില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ കടന്നുപോയി എന്നാണ്. അതിന് തൊട്ട് മുന്നിലത്തെ സീസണിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അടക്കം ജീവനുകൾ നഷ്ടപ്പെട്ട രീതിയിൽ അവിടെ വലിയ തിക്കും തിരക്കും ഉണ്ടാകുന്നു. ഭക്തർക്ക് അത്രമാത്രം അസൗകര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു. പല പ്രശ്നങ്ങളും, ഏകോപനത്തിൻ്റെ പല പ്രശ്നങ്ങളുണ്ട്, പോലീസിൻ്റെതായ പല പ്രശ്നങ്ങളുണ്ട്. ദേവസ്വം ബോർഡ് നിസ്സഹായരായി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഒരു സുഗമമായ രീതിയിൽ തീർത്ഥാടനം കഴിഞ്ഞുപോയി. പക്ഷേ അപ്പോഴും ഈ തീർത്ഥാടനം കുറ്റമറ്റതാണ് എന്ന് പറയാൻ കഴിയില്ല. ശബരിമല തീർത്ഥാടനം ഭംഗിയായി നടത്തി, ഒരുവിധം ഭംഗിയായി നടത്തി എന്നതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം തൃപ്തികരമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം നിരവധി ക്ഷേത്രങ്ങളെ ഇപ്പോഴും ദേവസ്വം ബോർഡ് അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് കൃത്യമായ പ്രവർത്തനങ്ങളൊന്നും തന്നെ എത്തുന്നില്ല. ആ ക്ഷേത്രങ്ങളുടെ വികസനത്തിനാവശ്യമായ പിന്തുണ ദേവസ്വം ബോർഡ് നൽകാത്ത സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ഭൂമി, ഏക്കർ കണക്കിന് ഭൂമി കയ്യേറിയിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളും നശിച്ച് നാമാവശേഷമായിട്ടുണ്ട്. ഈ കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കും എന്ന് ഓരോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അധികാരമേൽക്കുന്ന സമയത്ത് പലതരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകുമെങ്കിലും പിന്നീട് അതൊന്നും പാലിക്കപ്പെട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ അന്യാധീനപ്പെട്ട ക്ഷേത്രം, തകർന്ന ക്ഷേത്രം, അതോടൊപ്പം തന്നെ ക്ഷേത്ര ഭൂമി, ഇതെല്ലാം കേരളത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അപ്പോഴാണ് ഈ ഒരു വീഡിയോ ശ്രദ്ധേയമാകുന്നത്. ഈ വീഡിയോ നമുക്കൊന്ന് കാണാം. നമസ്കാരം. ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാന്നാർ പരുമല, പത്തനംതിട്ട ജില്ലയിലെ മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പരുമല മാന്നാർ സബ് ഗ്രൂപ്പിൽ വരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കുറുമ്പേശ്വരം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ കാണുന്നതാണ് ക്ഷേത്രം. കണ്ടോണം, 1, 2, 3 വൻ വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലാണ് നമ്മൾ കാണുന്നത്. ശ്രീകോവിലേക്ക് ഇപ്പോഴും ആരോ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുകയാണേ. ഇവിടെ അങ്ങോട്ട് കയറാതെ മാർഗമില്ല. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ ഗതിയാണ് ഈ കാണുന്നത്. ഇവിടാണ് മഹാവിഷ്ണു, പാർത്ഥസാരഥിയാണെന്നാണ് പറയപ്പെടുന്നത്. മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. ആരണ്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആർക്കും അറിയില്ല ആരാണ് എന്താണെന്നുള്ളത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നിന്നുള്ള ഓവാണ് കാണുന്നത്. കേട്ടോ, ഓവ് ഇത് അങ്ങ് അറ്റം വെളിയിലേക്ക് ഞാൻ വെളിയിൽ കാണിച്ചു തരാം. ഈ ഓവാണ് കാണുന്നത്. ഓവ് ഉണ്ടോ, അങ്ങനെ നീണ്ടു പോകുന്നു. ഇതാണ് കുറുമ്പേശ്വരം, പരുമല കുറുമ്പേശ്വരം. നമുക്കിനി ഈ ശ്രീകോവിലിന് പുറത്തു നിന്നൊന്ന് കാണാം. ആലോചിക്കണേ, നമ്മുടെ ഹിന്ദുവിൻ്റെ ഒരു ഗതികേട്. എത്ര കൊണ്ടാലും പഠിക്കാത്ത ഹിന്ദു എന്ന ജന്തു. ഇത് ക്ഷേത്രത്തിൻ്റെ നേദ്യപ്പുറയാണ്. കണ്ടോളൂ, കണ്ടോ? എന്താ ക്ഷേത്രത്തിൻ്റെ പുറത്തൂടെ നമുക്കൊന്ന് ബാക്ക് സൈഡ് വരെ പോവാം. കണ്ടോ, ആ ശ്രീകോവിലിനകത്തുനിന്നുള്ള ഓവ് താണ്ട് ഇവിടം വരെ വെളി വരുന്നുണ്ട്. ആ ഓവിൻ്റെ മേളിലാണ് താണ്ട് ഈ ഒരു വൻ വൃക്ഷം വളർന്നു നിൽക്കുന്നത്. കണ്ടില്ലേ, മുഴുവൻ തകർന്ന തരിപ്പണമായി. കണ്ടോ? ഇനി ക്ഷേത്രക്കുളം കൂടെ കാണിച്ചു തരാം. ക്ഷേത്രക്കുളം കണ്ട് നിങ്ങൾ ഞെട്ടരുത്. കിണർ, സോറി, കുളമല്ല കിണർ, ക്ഷേത്രക്കിണർ കണ്ട് ഞെട്ടരുത്. ഇതിപ്പോൾ തൽക്കാലം കള്ളുകുപ്പിയൊക്കെ ഉപേക്ഷിക്കാനുള്ള വേസ്റ്റ് ബിന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് നാട്ടുകാർ. കള്ളുകുപ്പി കാണാം, കള്ളുകുപ്പിയൊക്കെ കണ്ടോ, ബിയറിൻ്റെ കുപ്പിയൊക്കെ കിടപ്പുണ്ട്, മദ്യം എല്ലാം കിടപ്പുണ്ട്. ഇത് ക്ഷേത്ര കോമ്പൗണ്ടിൽ ദേവസ്വം ബോർഡ് പണ്ട് പണി കഴിപ്പിച്ച സ്കൂൾ കെട്ടിടമാണ്. അതും കാട് കയറി ആർക്കും വേണ്ടാതെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇപ്പോൾ ഇത് പ്രധാനമായി ഈ ക്ഷേത്ര പരിസരം ഉപയോഗിക്കുന്നത്. ഈ പാവം കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ട് ഇവിടെ.
കുഞ്ഞുങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നതുകൊണ്ടാണ് ഏക ഒരു പ്രയോജനം ഈ സ്ഥലത്ത്. പിന്നെ ഉള്ള പ്രയോജനം ഇപ്പം കാണിച്ചു തരാം പ്രയോജനം. എന്താ ക്ഷേത്രഭൂമിയാണേ. ശ്രീകോവിലിന് നേരെ മുന്നിൽ നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളൊക്കെ അടിക്കുന്നത്. നെപ്പോളിയൻ ബ്രാൻഡി, വലിയ കൂടിയ സാധനമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല സാധനങ്ങളുണ്ട് കണ്ടോ. കണ്ട് നോക്കി ഇവിടുന്ന് കാണാം. ഇതാണ് ആ ക്ഷേത്രം. ക്ഷേത്രത്തിന് നേരെ മുമ്പിലാണ് ഈ സംഭവിച്ചേക്കുന്നത് കണ്ടോ. പിന്നെ ഈ പറഞ്ഞ നല്ല സ്റ്റാൻഡേർഡ് അടി, നല്ല ഇതൊക്കെ ഉണ്ട്. ഗ്ലാസ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അടി തുടങ്ങാം. ഗ്ലാസ്, ഓറഞ്ച്. ഇനി ഇവിടെ വരുന്നവര് ഈ ക്ഷേത്രഭൂമിയിൽ നിന്ന് തന്നെ കരിക്കിട്ട് കുടിക്കുന്നുണ്ടെന്നുള്ളൊരു സൂചനയാണ് ഇവിടെ കാണുന്നത്. നല്ല വൃത്തിയായിട്ട് കരിക്ക് വെട്ടി ഒഴിച്ച് വെള്ളം അടിക്കുന്ന സെറ്റപ്പ് വരെ ഉണ്ട്. ഉണ്ടോ? ഇതിന്റെ പുറകോട്ട് വീടുകളാണ്. പക്ഷേ ഇതെല്ലാം കയ്യേറ്റമാണ്. കംപ്ലീറ്റ് കയ്യേറി വെച്ചിരിക്കുന്ന വീടുകളാണ്. കണ്ടോ? ആർക്കെന്ത് താല്പര്യം? അവർ സ്വയം ഇഷ്ടത്തിൽ മതിൽ കെട്ടിയിരിക്കുന്നു, വെയിൽ കെട്ടിയിരിക്കുന്നു, ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു. ഇതാണ് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്രത്തിന്റെ അവസ്ഥ. വിഗ്രഹമില്ല, മേൽക്കൂര, ശ്രീകോവിൽ തന്നെ ഇല്ല, ബാക്കി ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ വന്നു. അപ്പോൾ ഇത്രയും നാണം കെട്ട ഹൈന്ദവ ജനത ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ണു തുറക്കുക. എല്ലാവരും രാഷ്ട്രീയം കളിച്ച ക്ഷേത്രത്തിനുള്ളിൽ കോൺഗ്രസും മാർക്സിസ്റ്റും എന്താ പറയുന്ന BJPയും രാഷ്ട്രീയം കളിക്കുന്നത് ഒരു ഉളുപ്പില്ലാത്തൊരു ജനതയായി മാറി കേരളത്തിലെ ഹൈന്ദവർ. മതേതരത്വം വന്ന വിഴുപ്പ് പാണ്ഡം ചുമന്ന് ഷണ്ടന്മാരായ ഹിന്ദുവെ, ഇനിയെങ്കിലും ഉണരൂ. ഒരു കാര്യം എൻ്റെ ഫോളോവേഴ്സ് ഞാൻ ഉറപ്പ് തരാം, എൻ്റെ സുഹൃത്തുക്കൾക്ക്. ഇതിനുള്ള പോരാട്ടം തുടങ്ങി. നമ്മൾ ബാക്കി കോടതി കാണാം. നമസ്തേ. ഭഗവാന് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഇവിടെ നടത്തി ഭഗവാന് വിളക്ക് വെച്ച് നേദ്യം കൊടുക്കുന്നവരെ വിശ്രമമില്ല. നമസ്തേ. അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ഒരു ക്ഷേത്രത്തിൻ്റെ പരമദയനീയമായ അവസ്ഥ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റേതാണ്. മദ്യക്കുപ്പികളടക്കം വലിച്ചെറിയുന്ന സ്ഥലമായി ക്ഷേത്ര കിണർ മാറിയിരിക്കുന്നു. ക്ഷേത്ര കെട്ടിടങ്ങളിൽ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതൊരു അനാശാസ്യ കേന്ദ്രമായും മദ്യപ സംഘത്തിൻ്റെ ഒരു കൂട്ടം ചേരലിനുള്ള കേന്ദ്രമായും ഒക്കെ മാറിയിരിക്കുകയാണ്. പരമദയനീയമായ ഒരു മഹാക്ഷേത്രത്തിൻ്റെ അവസ്ഥയാണ്, അതൊരു മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ എത്രയോ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കെടുകാര്യസ്ഥത മൂലം, ശ്രദ്ധയില്ലായ്മ മൂലം കേരളത്തിൽ ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോകുന്നുണ്ട്. എന്തായാലും ഓരോ ക്ഷേത്രവും ഏറ്റെടുത്ത് പരിപാലിക്കുക, അല്ലെങ്കിൽ അത് വീണ്ടെടുക്കുക, നശിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെ വീണ്ടെടുക്കുക എന്നതൊരു ദൗത്യമായി കാണുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെയും പ്രയത്നം വിജയത്തിലേക്ക് എത്തട്ടെ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.